ഹായ്, ഞാൻ ഡോക്ടർ മറിയം വിൽസൺ, ദന്തവിഭാഗ ഡോക്ടറാണ്. ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളെ പോലെയും ഇമ്പോർട്ടൻ്റ് ആണ് ഓറൽ ക്യാവിറ്റി. ഇന്ന് ഞാൻ കോസ്റ്റൽ ഡയറീസിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓറൽ ഹൈജീൻ അഥവാ വായ ശുചീകരണത്തിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ്. ആദ്യമായി തന്നെ ബ്രഷിംഗ്. ദിവസം 2 നേരം ബ്രഷ് ചെയ്യുക, രാവിലെയും രാത്രിയും. രാത്രി പല്ല് തേക്കുന്നതാണ് വളരെ പ്രധാനം. രാത്രി പല്ല് തേക്കാതിരുന്നാൽ അവിടെ ഭക്ഷ്യവസ്തുക്കൾ അടിഞ്ഞുകൂടി ഒരു ബാക്ടീരിയൽ ബയോഫിലുമായ പ്ലേഗ് ആയി മാറുകയും പിന്നീട് പല്ല് തേച്ചാൽ കൂടി അത് പോകാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ രാത്രി പല്ല് തേക്കുക ഉറപ്പുവരുത്തണം. അടുത്തതായി ഫ്ലോസിംഗ്. ഫ്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു നൂല് പോലത്തെ ഒരു മെറ്റീരിയൽ നമ്മുടെ ഫാർമസികളിൽ അവൈലബിൾ ആണ്. ഫ്ലോസിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. നമ്മുടെ പല്ലുകളുടെ ഇടയ്ക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിച്ച് നമുക്ക് നീക്കം ചെയ്യാം. ഡെന്റൽ ഫ്ലോസിന് പകരം നമ്മുടെ വീട്ടിലുള്ള സാധാ നൂലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കഴിവതും ടൂത്ത് പിക്ക്, സേഫ്റ്റി പിൻ, മുട്ടുപിൻ എന്നിവ ഉപയോഗിക്കാതിരിക്കുക. ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റുകൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ജെൽ രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷുകൾ കഴിവതും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് മൂലം ഒരു പരിധിവരെ മോണരോഗം നമുക്ക് തടയാവുന്നതാണ്. അമിതമായ മധുര പലഹാരങ്ങളോ പല്ലിൽ ഒട്ടിപ്പിടിക്കുന്നതുമായ ഭക്ഷണ വസ്തുക്കളോ കഴിവതും ഒഴിവാക്കുക. ഇവ കഴിക്കുന്നത് മൂലം ബാക്ടീരിയ അടിഞ്ഞുകൂടുകയും പല്ലിന് കേടുണ്ടാക്കാനുള്ള ചാൻസ് കൂട്ടുകയും ചെയ്യുന്നു. ചികിത്സയേക്കാൾ ഏറ്റവും നല്ലത് പ്രതിരോധമാണ്. അതുകൊണ്ട് 6 മാസം കൂടുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ ചെന്ന് റെഗുലർ ഡെന്റൽ ചെക്കപ്പ് നടത്തുന്നത് വളരെ നന്നായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തുക. പുകയില ഉൽപ്പന്നങ്ങൾ, പുകവലി എന്നിവ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് മോണരോഗം തടയാം.